എന്നെപ്പോലെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടോ? എന്നാൽ വഴുതനങ്ങ വെച്ചിട്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വഴുതനങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വട്ടത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യണ മുമ്പ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാണ്ട്. ആദ്യം തന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതാട്ടോ ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ടെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇത് കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചേർത്തെടുത്തോണ്ടി. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ സാധാരണക്കാട്ടിലും കുറച്ച് കൂടുതൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കാതെ ഇത് തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോട്ടെ കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് ആവും. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റൊന്നും വേണ്ട, ബ്രൗൺ കളർ ആകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലോട്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ഇട്ടും ഇത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലാതെ അടി കരിഞ്ഞ് പോവും. ഒരു 5 മിനിറ്റോളം ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വട്ടം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ അതാ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വഴുതനങ്ങ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി പിന്നെ നമുക്ക് ചോർക്ക് ഒരു കറിയും ആവശ്യമില്ല കേട്ടോ. ഇത് മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. അപ്പോൾ ഒരു വട്ടമെങ്കിലും വഴുതനങ്ങ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.